നമസ്കാരം. കേരളത്തിൽ CMR എക്സാലോജിക് വിവാദത്തിൽ നടപടികൾ കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോകുവാനാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ തീരുമാനം. വീണാ വിജയൻ്റെ അധീനതയിലുള്ള ലോക്കറുകൾ, ബാങ്ക് ലോക്കറുകൾ തുറന്ന് പരിശോധിക്കുവാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് അവരിപ്പോൾ എന്നുള്ളതാണ് നമുക്കറിയുവാൻ സാധിക്കുന്ന ഒരു വിവരം, ഏറ്റവും പുതിയ വിവരം. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, CMRൽ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്കെല്ലാം ഒരു തടയിടണം, അല്ലെങ്കിൽ ഒഴിവാക്കി തരണം തങ്ങളെ എന്നുള്ളൊരു അപേക്ഷയുമായി ഹൈക്കോടതി അവർ സമീപിക്കുന്നുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആ നീക്കത്തെ അതിശക്തമായി തന്നെ എതിർക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തന്നെയുമല്ല, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ ഉണ്ടായ ആക്രമണം, തിരുവനന്തപുരത്ത് പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ, അതല്ലെങ്കിൽ റെയ്ഡ് ചെയ്ത് മടങ്ങുവാൻ പോയ ED ഉദ്യോഗസ്ഥരെ കമ്മ്യൂണിസ്റ്റ് ക്രിമിനലുകൾ ആക്രമിച്ച ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ കോടതിക്ക് മുൻപിൽ സമർപ്പിച്ച് ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. അത്തരത്തിലുള്ള അനുമതി തങ്ങൾക്ക് നൽകണമെന്ന് വാദിക്കുവാനാണ് ED തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ED വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത്. അതേസമയം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ വീണാ വിജയൻ്റെ ലോക്കറുകൾ ഉൾപ്പെടെയുള്ള, ബാങ്ക് ലോക്കറുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുറന്ന് പരിശോധിക്കുവാനുള്ളൊരു നടപടികളിലേക്ക് കടക്കുവാൻ ED തീരുമാനിച്ചിരിക്കുന്നുവെന്ന്. ഒപ്പം തന്നെ മറ്റൊരു ആലോചനയും ED വൃത്തങ്ങളുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. EDയുടെ ഉന്നത വൃത്തങ്ങൾ ഡൽഹിയിൽ നടത്തുന്നുണ്ട് എന്നാണ് നമുക്കറിയുവാൻ കഴിഞ്ഞത്. നേരത്തെ തന്നെ തത്വമയി ന്യൂസ് അത്തരത്തിലൊരു സൂചന പ്രേക്ഷകർക്ക് നൽകിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഇന്നത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം അതിൻ്റെ വിധി എന്താണെങ്കിലും അതിനനുസരിച്ച് തുടർ നടപടികൾ കൈക്കൊള്ളുക. ഹൈക്കോടതി അന്വേഷണവുമായി മുന്നോട്ട് പോകുവാനാണ് EDയോട് നിർദ്ദേശിക്കുന്നതെങ്കിൽ അതിനോടൊപ്പം തന്നെ ഈ കേസിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും കേരളത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുവാനുള്ള ഒരു നീക്കവും ED നടത്തുവാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. എടുത്തു പറയുവാനുള്ള കാരണം, ഇത്തരത്തിലുള്ളൊരു ആക്രമണം ED ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ ഇവിടെ തിരുവനന്തപുരത്തുണ്ടായി, കേരളത്തിൻ്റെ തലസ്ഥാനത്തുണ്ടായി. അതേ തുടർന്നുണ്ടായ പോലീസ് നടപടികൾ ഉണ്ടായൊരു വീഴ്ച, ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ED അത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ പോകുന്നതെന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. ഒരുപക്ഷെ അത്തരത്തിലൊരു തീരുമാനം ED എടുത്തില്ല എന്നും വരാം. പക്ഷേ അത്തരത്തിലൊരു ആലോചന അവർ EDയുടെ ഉന്നത വൃത്തങ്ങൾ ഉണ്ട്. കേന്ദ്ര സർക്കാരും അതേ സംബന്ധിച്ചുള്ള ആലോചനകളിൽ പങ്കാളികളാണ്. ഒരുപക്ഷെ തീരുമാനമെടുക്കുന്നത് ആത്യന്തികമായി ഹോം മിനിസ്ട്രി ആയിരിക്കാം, ആഭ്യന്തര മന്ത്രാലയമായിരിക്കാം. അത് സംബന്ധിച്ചുള്ള തീരുമാനം ഈ ഘട്ടം വരെ എടുത്തിട്ടില്ല, ഈ നിമിഷം വരെ എടുത്തിട്ടില്ല. പക്ഷേ അത്തരത്തിലുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകളായി അവർക്ക് കോടതിക്ക് മുൻപിൽ സമർപ്പിക്കുവാൻ നിരവധി കാര്യങ്ങളുണ്ട്. ദൃശ്യങ്ങൾ തന്നെ ലഭ്യമാണ്. വീഡിയോകളിൽ ആക്രമിക്കുന്നത് കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെ ED ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ വ്യക്തമാണ്. ഇനി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അലംഭാവം, അത് സംബന്ധിച്ചുള്ള തെളിവുകളും ലഭ്യമാണ്. പോലീസ് എടുത്ത നടപടികൾ, ഇതുവരെ അറസ്റ്റിലായ വ്യക്തികളെ ചൂണ്ടിക്കാണിച്ച് മാത്രം EDക്ക് കോടതിയിൽ വാദിക്കാനാകും. സാധാരണക്കാർ മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത്. മുൻ MLA ജോയി ഉൾപ്പെടെയുള്ളവർ ഈ അക്രമത്തിന് സഹായകരമായ രീതിയിൽ പ്രവർത്തിച്ചതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ ലഭ്യമാണ്. EDയുടെ കയ്യിൽ അതുണ്ട് താനും. കാരണം ഈ ആക്രമണത്തിൽ പങ്കെടുത്ത ക്രിമിനലുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ കയറി ഒളിച്ചപ്പോൾ പോലീസുകാർ പിടിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവരെ തടഞ്ഞു നിർത്തി, നിങ്ങൾ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കൈമാറൂ, ഞങ്ങളൊന്ന് പരിശോധിച്ച് തീരുമാനിക്കാമെന്നുള്ള തരത്തിൽ ധാർഷ്ട്യത്തോടു കൂടി ഒരു അധികാര സ്വരത്തിൽ പെരുമാറുന്ന ജോയി ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ കൃത്യമായി ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. അത് തന്നെ തെളിവുകളായി കോടതിയുടെ മുമ്പിൽ വെച്ചാൽ ഒരുപക്ഷെ കോടതി തന്നെ അങ്ങോട്ടേക്കൊരു നിർദ്ദേശം വയ്ക്കും. ഈ കേസിൻ്റെ എല്ലാ തുടർ നടപടികളും കേരളത്തിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകൂ, ഒരുപക്ഷെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകൂ എന്ന് കോടതി തന്നെ പറയുവാൻ സാധ്യതയുണ്ടെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. എന്തായാലും ഇത്രയും ചുരുക്കമായിട്ടുള്ള കാര്യങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിച്ചത്, ഈ പറഞ്ഞതുപോലെ തലസ്ഥാനത്ത് അന്നേ തത്വമയി ന്യൂസ് പറഞ്ഞിരുന്നു, ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തെ, അതേ തുടർന്നുണ്ടായ പ്രതിച്ഛായ നഷ്ടത്തെ പുനർജീവിപ്പിച്ച് കൊണ്ടുവരുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ലഭിച്ചൊരു സുവർണ അവസരമായിരുന്നു EDയുടെ റെയ്ഡ്. ED റെയ്ഡുമായി സധൈര്യം മുന്നോട്ട് പോകൂ, മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയമില്ല എന്നുള്ള പിണറായി വിജയൻ്റെ പഞ്ച് ഡയലോഗ് ആവർത്തിച്ച് സമാധാനപരമായി തെരുവോരങ്ങളിൽ നിന്ന് EDക്കെതിരെ മുദ്രാവാക്യം വിളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിച്ഛായ വളരെയധികം ഉയർന്നേനെ. ഇപ്പോൾ അതലപാതാളത്തിൽ വീണ് കിടക്കുന്ന ഒരല്പമെങ്കിലും ഉയർന്നേനെ എന്ന് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി പറയാം. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നേരെ വിപരീത ഫലമാണ്. അതലപാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വീഴ്ചയ്ക്ക്
ആക്കം കൂടിയിരിക്കുന്നു. തന്നെയുമല്ല, EDയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ കർശനമായ നടപടികൾ ഉണ്ടാകുവാനും പോകുന്നു. അതിനെല്ലാം സാഹചര്യമായത് തലസ്ഥാന നഗരിയിൽ അഴിഞ്ഞാടിയ കമ്മ്യൂണിസ്റ്റ് ക്രിമിനലുകളാണ്. പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ താൽക്കാലികമായിട്ടുള്ളൊരു വിജയം, ഇപ്പോഴും തൻ്റെ പിന്നിൽ അണികളുണ്ട് എന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മാധ്യമങ്ങളെങ്കിലും ബോധ്യപ്പെടുത്തുവാൻ ഏതാനും നിമിഷങ്ങൾ അദ്ദേഹത്തിന് സാധിച്ചു. തൊട്ട് അടുത്ത നിമിഷം സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു. മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ഏതാണ്ട് അദ്ദേഹത്തോട് മുഖം തിരിച്ച മട്ടാണ്. അദ്ദേഹത്തെ പൂർണ്ണമായും തള്ളിപ്പറയുവാൻ അവർ തയ്യാറായിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഈ വിഷയത്തിൽ സംസാരിച്ച മാധ്യമം എൻ്റെ അറിവിൽ നമ്മുടെ ട്രീ കട്ടർ മുതലാളിയുടെ ചാനൽ മാത്രമാണ്. മറ്റെല്ലാ മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഒഴിവാക്കേണ്ടതാണ്, ഇത് ദോഷകരമായേ പിണറായി വിജയനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ബാധിക്കൂ എന്നുള്ള വാദക്കാരായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദഗതികളാണ് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ആ ദിവസം മുതൽ ഇന്നേ വരെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ അനുകൂലിച്ച് നരേന്ദ്രമോദിക്ക് കൈയടിക്കുകയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ പിണറായി വിജയനെതിരായ ഒരു രീതിയിലാണ് മാധ്യമങ്ങളുടെ ഒരു വാർത്താ സംപ്രേഷണ രീതി ഈ വിഷയത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, എത്രത്തോളം ഒരു ദോഷകരമായിട്ടുള്ള രീതിയിൽ ഈ സംഭവം പിണറായി വിജയനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ, ഇന്നേ ദിവസം തന്നെ ഏതാണ്ടൊരു ഈ കേസിൻ്റെ ദിശ എങ്ങോട്ടാണ് എന്നുള്ളത് നമുക്കൊരു സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും നമുക്ക് ലഭിക്കും ഇന്നേ ദിവസം വൈകുന്നതോടെ, ഇന്നത്തെ ദിവസം അവസാനിക്കുന്നതോടെ. കാരണം കോടതി ഇന്ന് തന്നെ ഈ കേസ് എടുക്കുകയാണെങ്കിൽ, വാദം കേൾക്കുവാൻ എടുക്കുകയാണെങ്കിൽ അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു നിരീക്ഷണമെങ്കിലും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായേക്കാം. അത് വെച്ച് നമുക്കറിയാം ഈ കേസിൻ്റെ ദിശ എങ്ങോട്ടായിരിക്കുമെന്ന്. ഒരു പക്ഷേ വാദം നീണ്ടുപോയേക്കാം. എന്തായാലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു അവലംബവും അല്ലെങ്കിൽ ഒരു അലസതയോ കാട്ടാതെ ഈ വിഷയത്തെ വളരെ ഗൗരവതരമായി തന്നെ കൈക്കൊണ്ട് അല്ലെങ്കിൽ കയ്യിലെടുത്ത് മുന്നോട്ട് പോകുവാനുള്ളതാണ് തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. അങ്ങനെ തന്നെയായിരിക്കും ഒരുപക്ഷെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ വീണ വിജയൻ്റെ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകളെ സംബന്ധിച്ചുള്ള നടപടികൾ ഉണ്ടായേക്കാം. മരവിപ്പിക്കലോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളോ, ലോക്കറുകൾ തുറന്നുള്ള അന്വേഷണങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. CMRLൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയേക്കാം. ഒരു പക്ഷേ അറസ്റ്റുകളും ഉണ്ടായേക്കാം. ആ അറസ്റ്റുകളിൽ വീണ വിജയൻ്റെ പേരുണ്ടെങ്കിൽ കേരളത്തിൽ തെരുവുകൾ കൂടുതൽ സംഘർഷഭരിതമാക്കുവാൻ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് ശ്രമങ്ങളും ഉണ്ടായേക്കാം. എന്തായാലും EDയുടെ ഭാഗത്തു നിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടാകാത്ത തരത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള തീരുമാനമാണ് ഈ വിഷയത്തിലുണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.